ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അബി ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണല്ലേ. എന്തിനാണെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ മഹിമയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അബി തന്നെയാണോ? ബ്രാൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അത് അബി തന്നെയാണോ എന്നൊക്കെ നമ്മുടെ മഹിമയ്ക്ക് ഡൗട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമേനെ വിളിക്കാനോ എന്തോ ഒരു പരിപാടിക്ക് എന്തോ ടൂർ എന്ന് പോകാൻ വേണ്ടി നമ്മുടെ മഹിമേനെ വിളിക്കാൻ വേണ്ടി അബിക്ക് അറിയാലോ മഹിമ ഗിരിയുടെ വീട്ടിലാണ് ഉള്ളതെന്ന്. അപ്പൊ ഗിരിയുടെ വീട്ടിലേക്ക് അബി വരികയാണ് കേട്ടോ. അബി വന്നിട്ട് അബി കണ്ടത് നമ്മുടെ മഹിമയ്ക്ക് അങ്ങോട്ട് എന്താണ് ഒരുമാതിരി ഒരു നെട്ടിയ പോലുള്ള ഒരു അവസ്ഥയിൽ. അവൻ ഇനി എന്തെങ്കിലും പറയുമോ, സീനാക്കൂ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല, ഇവൻ അതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളിനെ കണ്ടതും ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ അതിനൊന്നും പറയാൻ വേണ്ടി വന്നില്ല, വേറെ എന്തോ കാര്യം. എന്തായാലും നമ്മുടെ മഹിമയ്ക്ക് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. എന്നിട്ട് ചായയൊക്കെ ചോദിക്കുമ്പോൾ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഫോണൊക്കെ എടുത്തിട്ട് പൊക്കിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഗിരിക്ക് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഡൗട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അവൻ്റെ പന്തി അത്രയും സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ നമ്മുടെ ഗിരിക്ക് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവർ രണ്ടാളും കൂടി വെളിയിലേക്ക് പോകും. മഹിമയും അബിയും കൂടി വെളിയിലേക്ക് പോകും. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ സ്വപ്ന വരണം. അവരെന്താ സംസാരിക്കണത്, എന്താണ് അവിടെ കാര്യം എന്ന് അറിയാൻ വേണ്ടി, അവർ തമ്മിലുള്ള ബന്ധം അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ ചായയും കൊണ്ട്. ഓ, ഞാൻ നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പായി, ഞാൻ നിങ്ങൾക്ക് ചായ തരാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ടത് കാര്യമൊക്കെ പറയണ്. നീ എന്തായാലും ഇവനെ ചൂസ് ചെയ്ത് എന്തായാലും കൊള്ളാം. മുകുന്ദന്റെ വക്കീലിന് എന്തായാലും ചൂസ് ചെയ്യാൻ നന്നായി. വക്കീൽ ഒരു പൊട്ടനാണെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായല്ലോ. നീ എന്തായാലും ഭാഗ്യവതിയാണ്. നീ എന്തായാലും പോയി പെട്ടിരിക്കുന്ന വലിയൊരു പണച്ചാക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അബിയെ കുറിച്ച് പൊക്കി പറയണം കേട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമ പറയും, ഒന്ന് പോടി, ഒന്ന് നിർത്തടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തിനാ ഞാൻ നിർത്തടി, ഞാൻ ഉള്ളതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്, നീ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നിന്നിൽ നിന്ന് ഇത്രയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ നല്ലവളായ ഉണ്ണിയായിരുന്നു ഇവിടെയൊക്കെ, പക്ഷെ നിന്റെ കയ്യിരിപ്പിൽ എന്താണെന്നിപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. നീ ഫുൾ കോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നം അവിടെ നിന്ന് പോകും. ഞാൻ പോകണം, നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പെന്ന് ഞാൻ അവിടെ ഇല്ല പറഞ്ഞിട്ട് സ്വപ്നം അങ്ങോട്ട് പോയിട്ട് അവരെന്താ പറയണെന്നൊക്കെ കേട്ടിട്ട് ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അബി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ, എനിക്കറിയാം അതൊക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയണം. എന്നിട്ട് നമ്മുടെ മഹിമയോട് അവനൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് നീ ഉമ്മ തരണം എന്നിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമന്റെ തൊലി അഴിഞ്ഞു പോണുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഉമ്മയോ ഇവനോ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ഒരുമാതിരി ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അബി അവളുടെ മേലെ കൈയൊക്കെ വെച്ചിട്ട് ഉമ്മ ചോദിക്കാൻ വേണ്ടി പോവാണ്. അതാണെങ്കിൽ നമ്മുടെ ഗിരി ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഇറങ്ങി വരുമ്പോൾ അവൻ കാണിക്കണതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗിരിക്ക് ദേഷ്യം വന്നിട്ട് അബി ഡാ പറഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. അബിന്ന് വിളിക്കണ ഡാ പറഞ്ഞിട്ടാ വിളിക്കണം കേട്ടോ. അപ്പൊ തന്നെ അവൻ നെട്ടുണ്ട്. അവനാണെങ്കിൽ ഒരു പേടിത്തൊണ്ടനാണ്, അത് നമുക്ക് അറിയാലോ. എന്നിട്ടും പിന്നെ അവൻ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുമ്പോൾ അവനിക്ക് അത് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഡാ പറഞ്ഞിട്ട് വിളിക്കണം. അപ്പൊ അവൻ നെട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വന്നിട്ട് നീ എന്താണ് അവളെ പോയി ചെയ്യണത് പറഞ്ഞിട്ട് അപ്പൊ തന്നെ സ്പോട്ടിൽ അവൻ തല്ലുകയാണ് കേട്ടോ. നന്നായി തല്ലുണ്ട്. അവനിക്ക് വേണ്ടത് ആ ചെയ്ത പണിക്ക് അവനിക്ക് വേണ്ടത് നമ്മുടെ ഗിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ ഭാനുമ്മയും സ്വപ്നയും മഞ്ജും എല്ലാവരും ഇറങ്ങി വരുന്നത്. എന്താ ഗിരിയേട്ടാ ചെയ്യണത്, അവനെന്തിനു തല്ലണത്, അവൻ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ, അവളെൻ്റെ അനിയത്തിയാണ്, എനിക്ക് സ്വപ്നനെ പോലെയാണ് അവൻ വേണ്ടാത്ത പണി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ട് നിൽക്കണോ, അവനിപ്പോൾ എന്താ ചെയ്തത്, അവൻ ഇവളുടെ ഉമ്മ വയ്ക്കാൻ പോണെന്ന് ഞാൻ കണ്ടു, ഉമ്മയോ ഇവനോ, ഗിരിയേട്ടൻ ഞാൻ തെറ്റിദ്ധരിച്ചു പറഞ്ഞിട്ട് അബി പറയണേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പോയതല്ല, ഗിരിയേട്ടൻ അങ്ങനെ കണ്ടതാവും, ഞാൻ മഹിമയുടെ കണ്ണിൽ പൊടി വെട്ടപ്പോൾ അത് തുടച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്, അതിനാ ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്. എന്താ നീ പറയണത്, എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാം കണ്ടിട്ടാണ് നിന്നിപ്പോൾ തല്ലിയെന്നൊക്കെ പറയണേ. ഇല്ല ഗിരിയേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല, വേണമെങ്കിൽ മഹിമയോടൊന്ന് ചോദിച്ചു നോക്ക് പറഞ്ഞിട്ട് മഹിമയോട് ചോദിക്കണം കേട്ടോ. അപ്പം അവിടെ വന്നിട്ട് സ്വപ്നം ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്താണ് കാര്യം പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ നമ്മുടെ ഗിരി പറയും കേട്ടോ, അവനിങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടി പോയ കാര്യം പറയും. എനിക്കറിയാം, അവൾക്ക് അഭിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്നോട് അവൾ പറഞ്ഞു അവനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾ കയറി കളിക്കാൻ പറഞ്ഞിട്ട് അഭിയും പറയും, അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, അവളോട് ഞാൻ ചോദിച്ചു നോക്കിക്കോ എന്നിട്ട് പറയണേ. അപ്പം നമ്മുടെ മഞ്ജു ചോദിക്കണം, ഇതൊക്കെ കേട്ട് സത്യമാണ് മഹിമേ, എന്താ കാര്യം പറയ്, നിനക്ക് അവനെ ഇഷ്ടമാണോ ചോദിക്കുകയാണ്.
മഞ്ജുവിന് ദേഷ്യം വന്നിട്ട് പറയും മഹിമ എന്തെങ്കിലും ഉണ്ടോ അവനിക്ക് നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് ചോദിക്കണം. അത് ചേച്ചി പറയുമ്പോഴേക്കും അത് പിന്നേന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മഞ്ജു അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അഭി അവിടുന്ന് സ്ഥലം കാലിയാക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉം, സ്വപ്നയ്ക്ക് അവിടെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് റോള് കിട്ടിയല്ലോ. അപ്പോൾ സ്വപ്ന പറയും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അവള് നല്ല പഠിക്കണ കുട്ടിയാണ്, അവൾക്ക് അവളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവളെ കണ്ട് പഠിക്കണം നീ എന്നൊക്കെ ആയിരുന്നല്ലോ. പിന്നെന്താണ് അവൾക്കൊരു ജോലി വാങ്ങാനുള്ള ആം, ഒരു ധൈര്യമുണ്ട്, എനിക്കതില്ല, നീ പഠിക്കില്ല എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായി? അവൾ ഇവിടുത്തെ രാജകുമാരിയും എന്നേക്കാളും വലിയൊരു സ്ഥാനമായിരുന്നു. ഇപ്പൊ അവള് എന്താണ് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. ഞാൻ പറഞ്ഞില്ല അപ്പോഴും അവൾക്ക് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന്. അപ്പൊ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ സത്യം വെളിക്ക് വന്നില്ല. അബി അവൾക്ക് ഇഷ്ടമാണ്, അബിക്ക് ഇവളിനെ ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവാണ്ട് നമ്മുടെ മഹിമയ്ക്ക് എന്താണെന്ന് മനസ്സിലായിട്ട് മഹിമ ഇവളിങ്ങനെ ഓരോന്ന് പറയാനായിട്ട് നിർത്തടി പറഞ്ഞിട്ട് അല്ലെങ്കിലേ പ്രാന്തായിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നീ എന്തൊക്കെയാ പറയണത് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ മഞ്ജുവിനും ഗിരിക്കും ഇവിടെ എന്താ നടക്കണം. ഗിരിക്കാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ, ഇവള് നല്ല തൻ്റെടിയായ ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ ഇവളെന്താണ് ഇങ്ങനെ ഇവളുടെ ഓരോന്നും അവളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച ആള് ഇല്ല ഇപ്പോ, ഇവളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗിരി. അപ്പൊ നമ്മുടെ മഞ്ജു ഗിരിയോട് പറയും എന്താ ഗിരിയേട്ടാ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കണത്, അവൾ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ, എനിക്ക് ഇവളെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ എന്റെ തെറ്റിപ്പോവുകയാണ്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഇവളെ കുറിച്ച് വിചാരിച്ചത്. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അവളെന്തോ ഒരു കുഴപ്പത്തിൽ പോയി ചാടിയിട്ടുണ്ട്, അല്ലാണ്ട് ഇവൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിയോട് ഗിരി മഞ്ജുവിനോട് പറയാൻ കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മുടെ ഭാനു എന്ത്, ഞാൻ അമ്മയോട് അപ്പോഴും പറഞ്ഞില്ലേ അവളെ വിശ്വസിക്കണ്ട, അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആരാണിപ്പോ അവളിപ്പോ ഇവിടെ എല്ലാവരുടെ മുന്നിലും ചമ്മി നാറി നിൽക്കുകയാണ്. ഇപ്പൊ അവൾക്ക് ഇനി ഇവിടെ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അപ്പൊ നീ ഒന്നും മിണ്ടാണ്ടിരിക്കും സ്വപ്നെ, നീ കാട്ടിയ പോലെ ഒന്നും അവൾ എന്തായാലും കാട്ടിയിട്ടില്ല. നീ എന്തൊക്കെയാണ് നുണ പറഞ്ഞിട്ടൊക്കെയാണ് ഇവിടുന്ന് പോയിക്കണന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വേണ്ടി നമ്മുടെ ഗിരി ഇവിടെ നടന്ന കാര്യമൊക്കെ മുകുന്ദനോട് പറയണം. അപ്പൊ മുകുന്ദൻ പറയും, മുകുന്ദന് ഗൗരമ്മയുണ്ട് കേട്ടോ അവിടെ, രണ്ടാമത്തും പറയണം. അപ്പൊ മുകുന്ദൻ പറയും ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല, മഹിമ എന്തായാലും ആ ഒരു പണിക്ക് നിൽക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ അബിയുടെ ക്യാരക്ടർ എനിക്കറിയാം, അബി ഒരു വൃത്തികെട്ടവനാണ്, അവൻ എങ്ങനെയൊക്കെ പെരുമാറുന്നത് നല്ലോണം അറിയാവുന്നത് പറയണം. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരിയമ്മ പറയും എനിക്ക് കുറേ ഡൗട്ട് ഉണ്ട്, എന്തായാലും മഹിമയും അബിയും കൂടി എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അവർ രണ്ടാളും എന്തോ ദുരൂഹതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഗൗരിയമ്മ പറയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.